കേരളത്തിലെ പ്രൊഫഷണൽ സോഷ്യൽ വർക്ക് അസോസിയേഷൻ കഴിഞ്ഞ 10 വർഷങ്ങളായിട്ട് ഒരു ആനുവൽ കോൺഗ്രസും നാഷണൽ കോൺഫറൻസും നടത്തി വരുന്നു. പൊതുവെ അത് സംസ്ഥാനത്തിൻ്റെ മധ്യഭാഗത്തും സദേൺ റീജിയണിലൊക്കെ ആയിരുന്നു നടന്നുകൊണ്ടിരുന്നത്. ഈ വർഷം ഞങ്ങളത് പ്രത്യേകിച്ചും കണ്ണൂർ ചാപ്റ്റർ, ഞങ്ങൾക്ക് എല്ലാ ജില്ലകളിലും അസോസിയേഷൻ്റെ ചാപ്റ്റേഴ്സ് ഉണ്ട്. അതിൽ കണ്ണൂർ ചാപ്റ്റർ കണ്ണൂരേക്ക് ഈ കോൺഫറൻസ് നടത്താനായിട്ട് റെഡിയാവുകയും അതിൻ്റെ വേദിയായിരിക്കുന്നത് തോട്ടടയിലുള്ള സെൻറ്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂളാണ്. അത് ഈ മാസം 28, 29 വെള്ളി ശനി തീയതികളിലായിട്ട് നടക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ കോൺഫറൻസിൻ്റെ മുഖ്യ വിഷയം ഇത് തന്നെയാണ്. ഇന്നത്തെ പ്രസ് മീറ്റിങ്ങിൻ്റെ മുഖ്യ വിഷയം ഇതാണ്. ഇതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് ഇപ്രാവശ്യം ഞങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു തീമെന്ന് പറയുന്നത് വളരെ കാലിക പ്രാധാന്യമായി ഉള്ള ഒരു തീം, പ്രത്യേകിച്ചും സോഷ്യൽ വർക്ക് പ്രാക്ടീസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു പ്രൊഫഷനാണ്. അപ്പോൾ അതിൻ്റെ എല്ലാ കാര്യങ്ങളും സോഷ്യൽ വർക്ക് പ്രാക്ടീസിലേക്കാണ് നയിക്കുന്നത്. പ്രത്യേകിച്ചും ഇപ്പോൾ ടെക്നോളജി ഒത്തിരി അധികമായി വരുന്നു. അതിനകത്ത് തന്നെ AI-യുടെ സാന്നിധ്യം വളരെയധികമാണ്. അപ്പോൾ എങ്ങനെയാണ് ടെക്നോളജി ഇൻ്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് സോഷ്യൽ വർക്ക് പ്രാക്ടീസിനെ അഡ്വാൻസ് ചെയ്യിക്കാം, അതാണ് ഈ വർഷത്തെ കോൺഫറൻസിൻ്റെ മുഖ്യ തീമായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനെ ചുറ്റിപ്പറ്റി അതിൻ്റെ സബ് തീംസ് ഉണ്ട്. ഇങ്ങനെ തീം ആൻഡ് സബ് തീംസിനെ ബന്ധപ്പെടുത്തിയിട്ടുള്ള പ്രബന്ധങ്ങളായിരിക്കും കൂടുതലായിട്ട് അവതരിപ്പിക്കപ്പെടുക. അപ്പോൾ ഇതിൽ പങ്കെടുക്കുന്നവർ കേരളത്തിനകത്തും പുറത്തു നിന്നുള്ള പ്രൊഫഷണൽ സോഷ്യൽ വർക്കേഴ്സ് ആണ് ഇതിൻ്റെ അകത്ത് പങ്കെടുക്കുക. സാധാരണഗതിയിൽ കോൺഫറൻസുകളിൽ കോളേജുകളൊക്കെ നടത്തുമ്പോൾ സ്റ്റുഡൻസ് ആയിരിക്കും കൂടുതലായിട്ട് പങ്കെടുക്കുക. ഇതിനകത്ത് നമ്മൾ സ്റ്റുഡൻസിനെ പ്രതീക്ഷിക്കുന്നില്ല, പകരം പ്രൊഫഷണൽ സോഷ്യൽ വർക്കേഴ്സിനെയാണ് കൂടുതലായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പ്രാവശ്യത്ത് സോഷ്യൽ വർക്ക് സമ്മേളനം ഉദ്ഘാടനം ചെയ്യാനായിട്ട് സമ്മതിച്ചിരിക്കുന്നത് ശ്രീമതി ദയാഭായിയാണ്. അറിയപ്പെടുന്ന സോഷ്യൽ വർക്കറാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പ്രത്യേകിച്ച് പറയേണ്ടതില്ലാത്തതുകൊണ്ട്. അതിനോടൊപ്പം തന്നെ ഞങ്ങൾക്ക് നാഷണൽ ലെവലിലുള്ള ഇതുപോലെയുള്ള സോഷ്യൽ വർക്ക് അസോസിയേഷൻസുകളുടെ ഒരു നെറ്റ്വർക്കുണ്ട്, ഇന്ത്യ നെറ്റ്വർക്ക് ഓഫ് പ്രൊഫഷണൽ സോഷ്യൽ വർക്ക് അസോസിയേഷൻസ്. അതിൻ്റെ പ്രസിഡൻറ്റ് പ്രൊഫസർ ഗാന്ധിദാസ് സാറ് സന്നിഹിതനായിരിക്കും. അതുപോലെ കപ്പീച്ചിൻ പ്രൊവിൻഷ്യൽ അത് വിനോദ് മാങ്ങാട്ട് ഉണ്ടായിരിക്കും. നമ്മുടെ തൊട്ട് അടുത്തുള്ള കണ്ണൂർ ബിഷപ്സ് ഹൗസിലെ VG ആയിരിക്കുന്ന റവറൻഡ് ഫാദർ ക്ലാരൻസ് ആയിരിക്കും കീനോട്ട് അഡ്രസ്സ് നടത്തുക. നമുക്കറിയാം, അദ്ദേഹം അറിയപ്പെടുന്ന ഒരു വിദ്യാഭ്യാസ വിചക്ഷണനും സോഷ്യൽ വർക്കറുമാണ്. അപ്പോൾ അദ്ദേഹമായിരിക്കും കീനോട്ട് അഡ്രസ്സ് നൽകുക. ഇപ്രാവശ്യത്തെ ഈ കോൺഫറൻസിൻ്റെ വേറൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്, ഞങ്ങൾ പ്രത്യേകിച്ചും ഈ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഇലക്ഷൻസ് നടക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ബീച്ച് പഞ്ചായത്ത് എന്ന് പറയുന്ന ഒരു സോഷ്യൽ വർക്കേഴ്സും മീഡിയ പേഴ്സൺസും രാഷ്ട്രീയ പാർട്ടികളും പബ്ലിക്കും കൂടെ ചേർന്ന് വരുന്ന ഒരു സംവാദം. ആ സംവാദം പ്രധാനമായിട്ടും ഇത്രയും കാലം നമുക്ക് സോഷ്യൽ വെൽഫെയർ സ്കീംസ് ഉണ്ട്, പ്രോജക്ട്സ് ഉണ്ട്. പക്ഷേ അതിൻ്റെ അകത്ത് നമുക്ക് വരുന്ന ഒട്ടേറെ കുറവ് പരിമിതികളുണ്ട്. ആ പരിമിതികളെയൊക്കെ അതിലംഘിച്ചുകൊണ്ട് നാളെ അത് എങ്ങനെയാണ് ഒരു വെൽഫെയർ പ്രോജക്റ്റുകളിൽ നിന്നൊരു വെൽബീയിങ് അല്ലെങ്കിൽ സുസ്ഥിതി അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കാര്യത്തിലേക്ക് എത്തിക്കാം. അതിൻ്റെ ഒരു വാട്ട് ഇസ് ദ ടുമോറോ ഓഫ് വെൽഫെയർ എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു തീമിനെ ആധാരമാക്കിയിട്ടുള്ള ചർച്ചകളാണ് അതിൻ്റെ അകത്ത് നടക്കുക. അതിൻ്റെ അകത്ത് തന്നെ സോഷ്യൽ വർക്കേഴ്സിന് കോൺട്രിബ്യൂട്ട് ചെയ്യാവുന്ന എല്ലാ മേഖലകളിലും കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അത് നമ്മുടെ പയ്യാമ്പലം ബീച്ചിൽ വെച്ചിട്ടാണ് അത് 28-ാം തീയതി വൈകുന്നേരം 6 മണിക്കാണ് അത് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ അകത്ത് നമ്മളുടെ പ്രമുഖ മുന്നണികളുടെ പ്രതിനിധീകരിച്ച് ആളുകളുണ്ടാകും, മീഡിയയെ പ്രതിനിധീകരിച്ച് ആളുകളുണ്ടാകും, അതുപോലെ സോഷ്യൽ വർക്കേഴ്സിനെ പ്രതിനിധീകരിച്ച് ആളുകളുണ്ടാകും. അപ്പോൾ അതോടൊപ്പം തന്നെ പബ്ലിക്കിനും ഇൻ്റർവ്യൂ ചെയ്യാനുള്ള അവസരം ഉണ്ടാകും. പ്രൊഫഷണൽ സോഷ്യൽ വർക്ക് മേഖലയിൽ നേരിടുന്ന പ്രശ്നങ്ങൾ, വെല്ലുവിളികൾ ഏത് മേഖലയിൽ അവർ എക്വിപ്പ് ചെയ്യണം. ഇപ്പോൾ BSW അല്ലെങ്കിൽ MSW കഴിഞ്ഞാൽ പോരാ,
അത് നമ്മൾ പ്രായോഗികമായിട്ട് ഫീൽഡിലേക്ക് ഇറങ്ങുമ്പോൾ എന്തൊക്കെ സ്കിൽസാണ് അഡീഷണൽ വേണ്ടത്. അപ്പോൾ ആ സ്കിൽസ് എക്വിപ്പ് ചെയ്യാനുള്ള ഒരു വേദി കൂടിയാണ് ഇത് സോഷ്യൽ വർക്ക്. ഞങ്ങളുടെ അസോസിയേഷൻ ഉദ്ദേശിക്കുന്നതാണ്. അസോസിയേഷൻ്റെ ഓഫീസ് കോട്ടയത്താണ്. ഞങ്ങൾക്ക് സ്വന്തമായി ഓഫീസുണ്ട്. 5000-ലധികം പ്രൊഫഷണൽ മെമ്പേഴ്സ് ഉള്ള ഒരു അസോസിയേഷനാണിത്. എല്ലാ ജില്ലകളിലും ചാപ്റ്റേഴ്സ് ഉണ്ട്. 14 ജില്ലകളിലും വളരെ സജീവമായി പ്രവർത്തിക്കുന്ന ചാപ്റ്റേഴ്സുണ്ട്. 300-ലധികം പ്രതിനിധികളാണ് ഈ കോൺഫറൻസിൽ പങ്കെടുക്കുക. ഇപ്പോൾ ദയാബായി എന്ന് നിങ്ങൾക്കറിയാം, ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ടീച്ചർ അധ്യാപികയായിരുന്നു, അറിയപ്പെടുന്ന വേൾഡ് റിനൗണ്ട് സോഷ്യൽ വർക്കറാണ്. അപ്പോൾ അവരാണ് ഇതിനകത്ത് മുഖ്യ അതിഥി എത്തുന്നത്. ഞങ്ങളുടെ നാഷണൽ പ്രസിഡന്റ് പ്രൊഫസർ ഗാന്ധിദോസ് വരുന്നുണ്ട്. അതുപോലെ കഴിഞ്ഞ വർഷം ഞങ്ങൾ 2012-ലാണ് ഈ സംഘടന ആരംഭിക്കുന്നത്, കോട്ടയം ബേസ്ഡായിട്ട്. കഴിഞ്ഞ വർഷം ഞങ്ങൾ ആരംഭിച്ച പരിപാടിയാണ് ഏറ്റവും നല്ല പെർഫോമൻസ് നടത്തുന്ന വ്യക്തികൾക്ക് ഗുരുശ്രേഷ്ഠ, കർമ്മശ്രേഷ്ഠ, യുവശ്രേഷ്ഠ എന്നുള്ള അവാർഡുകൾ കൊടുക്കുന്നത്. അത് കൃത്യമായ ക്രൈറ്റീരിയ വെച്ച് വളരെ പ്രൊഫഷണലായിട്ടുള്ള ടീമിനെ വെച്ചിട്ടാണ് അവാർഡുകൾ കൊടുക്കുന്നത്. അപ്പോൾ ആ അവാർഡുകൾ വിതരണം ചെയ്യാനുള്ള വേദി കൂടിയുണ്ട്. പിന്നെ ഒരു ആഡ്-ഓൺ, ഒരുപക്ഷെ നിങ്ങൾക്ക് പുതുമയില്ലായിരിക്കും, പക്ഷേ പുറത്തുനിന്ന് വരുന്നവർക്ക് വലിയൊരു പുതുമയാണ്. നമ്മളൊരു ചെറിയ കളരിപ്പയറ്റിൻ്റെ പെർഫോമൻസ് കൂടി നടത്തുന്നുണ്ട്. കാരണം കണ്ണൂർ പുറത്തുനിന്ന് വരുന്നവർ കണ്ണൂരിൻ്റെ പ്രത്യേകത എന്താണ്, തനിമ എന്താണെന്ന് കൂടി അറിയണം. അപ്പോൾ ആ രീതിയിലൊരു ചെറിയ പെർഫോമൻസ് നമ്മുടെ പരിയാരം മെഡിക്കൽ കോളേജിലെ ഡോക്ടറിൻ്റെ നേതൃത്വത്തിൽ ഒരു 45 മിനിറ്റ്സ് കളരിയുടെ ഒരു പരിപാടി കൂടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. 29-ാം തീയതി വൈകിട്ട് സമാപിക്കും. വാലിഡിറ്റി ഫംഗ്ഷനുണ്ട്. ഞങ്ങൾ അതിനുവേണ്ടിയുള്ള ആൾക്കാരെയൊക്കെ ക്രമീകരിച്ച് ആ രീതിയിലൊക്കെ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഒരു ഡോക്യുമെൻ്റ് ബീച്ച് പഞ്ചായത്തിൻ്റെ ആയാലും മറ്റ് കോൺഫറൻസിൻ്റെ ഒരു ഔട്ട്കം എന്താണ്, ഇതിനകത്ത് ചർച്ച വന്നത് എന്താണ്, നേരിടുന്ന പ്രശ്നങ്ങൾ, സാധാരണക്കാരായ മനുഷ്യൻ നേരിടുന്ന പ്രശ്നങ്ങൾ എങ്ങനെയാണ്, എന്തൊക്കെയാണ്. അപ്പോൾ അതിനകത്ത് പ്രൊഫഷണൽ സോഷ്യൽ വർക്കേഴ്സ് എന്ത് ചെയ്യാൻ പറ്റും, ഈ കോൺഫറൻസിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ആശയങ്ങൾ എന്തൊക്കെയാണ്, ഇതിൻ്റെ ചെറിയ ഡോക്യുമെൻ്റ് വീഡിയോ ആയിട്ടും അല്ലാതെയും ഞങ്ങൾ പബ്ലിഷ് ചെയ്യാൻ കൂടി ഉദ്ദേശിക്കുന്നു.